പഴുത്ത വരിക്കച്ചക്ക എടുക്കണം, കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടത് കുക്കറിലിട്ടിട്ട് 2 വിസിലടിക്കാൻ വെക്കാം. പിന്നെ ചക്കയിൽ നീരില്ലെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോഴേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകവും കുറച്ച് ഏലക്കായും എടുത്തിട്ട് വറുത്ത് പൊടിക്കാം. ഒരു മണം വരുന്നത് വരെ വറുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇതുപോലെ ഇളക്കി കൊടുക്കണം. അടിപൊളി ഐറ്റമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് ചെറിയ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം, ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോഴേക്ക് ചക്ക വന്നിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാകണം, നന്നായി ഉടഞ്ഞ രൂപത്തിലുണ്ടാവണം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതായത് ശർക്കര. അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഇളക്കി മെൽട്ടാക്കി എടുക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്യണം, നന്നായി ഇഷ്ടപ്പെടും. കുറേ കാലം വരെ കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ കല്ലൊക്കെ ഉണ്ടാകും, ചെറിയൊരു മണ്ണിൻ്റെ ഇതെല്ലാം ഉള്ളതാണ് ഈ വെല്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോഴും നമ്മൾ അരിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കച്ചറ കളയാം. ഇനി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഈ ചക്ക ഇതാക്കിയതില്ലേ, വിസിലടിച്ചെടുത്തത്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. ഇനി അതിലേക്ക് നമ്മൾ പിന്നെ അരിച്ചെടുത്ത ശർക്കരയില്ലേ, അത് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്താലില്ലേ നന്നായി വെന്തോളും. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പീസാക്കണം. ഞാൻ വലിയ പീസ് തന്നെയാണ് കുക്കറിലിട്ടിട്ട് വിസിലടിച്ചെടുത്തത്. ആ ശർക്കര കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എത്രയാണ് ചക്ക എടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് ശർക്കര എടുക്കണം. ഇനി നന്നായി മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഉള്ളിൽ നിന്ന് വെന്ത് വരണം. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. എൻ്റെ മറ്റ് വീഡിയോസ് കാണാൻ മറക്കരുത്, എല്ലാം നല്ല പെർഫെക്റ്റ് ആണ്. കുറേ കേക്ക് വീഡിയോസും സ്നാക്സും എല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച ഇതില്ലേ, ജീരകവും ഏലക്കായും, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ നല്ല മെയിന്. നല്ല ടേസ്റ്റ് കിട്ടൽ ഇതിട്ടാലാണ്. ഇനി ഇടയ്ക്കിടയ്ക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും മൂടി തുറക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി അതിൽ നിന്ന് ഇതായി വന്നോളും, നല്ലോണം വരണ്ട് വന്നോളും. ഇത് ചക്ക വരട്ടിയതാണ്. ഇത് കുറേ കാലം സൂക്ഷിക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ഓരോ സ്പൂൺ എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിറ്റേന്നാണ് കഴിക്കാൻ ടേസ്റ്റ്, അന്ന് തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. പുറത്തന്നെ വെച്ചാൽ മതി. ഇതുപോലെ ചക്ക നന്നായി വരട്ടി വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. ഇതിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് കൂടും. അതായത് അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനെയുള്ള കടലയൊക്കെ ഉണ്ടായില്ലേ, അത് ചെറിയ ചെറിയ ക്രഷാക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തില്ല. എൻ്റെ കുട്ടികൾ പറഞ്ഞിരുന്നു അതുകൂടി ഇട്ട് കൊടുക്കാമായിരുന്നു എന്ന്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ഓഫ് ചെയ്യുകയാണ്. ഇത്രയേ വേണ്ടൂ. താങ്ക് യു.